രേണു പറഞ്ഞൊരു ആഗ്രഹം അതും സുധിച്ചേട്ടനും കൂടെ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ നല്ല ഇന്റൻഷനോടുകൂടി ചെയ്തതായിരുന്നു. പക്ഷേ അത് വന്ന് ഭവിച്ചത് പക്ഷേ അത് വന്ന് ഭവിച്ചത് വളരെ കഷ്ടമായിട്ടാണെന്നുള്ള ഒരുവിധം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു രേണു സുധിയെ എയറിലേക്ക് കയറ്റി വിടുന്നതിന് അത്യാവശ്യം നല്ല രീതിയിലൊരു പങ്ക് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇപ്പോഴും ആൾക്കാർ ഏറ്റവും കൂടുതൽ രേണു സുധി റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ റെഫറൻസ് പറയുന്നത് ഈ ഒരു പെർഫ്യൂമാണ്. ഞാൻ ഈ ഒരു വീഡിയോ കോണ്ടൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പഴയ വീഡിയോ വീണ്ടും ഒന്ന് എടുത്തു നോക്കി. BGM ഒക്കെ ഇട്ടിട്ട് നമ്മളതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാണ്. പക്ഷേ ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ വീഡിയോ അവരുടെ വ്ളോഗ്സാണ്. എവറി കോണ്ടൻറ്റ് ക്രിയേറ്റർ ഹാസ് ഗോട്ട് ഹിസ് ഓൺ സ്റ്റൈൽ. അപ്പോൾ അവരുടെ ഈ BGMും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഒന്നും കൂടി അവരെ അപ്പീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തു. കാരണം അന്നത്തെ സ്ഥിതി അതായിരുന്നു. ഇന്നും സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നൊന്നുമില്ല. അവരുടെ ഇഷ്ടമാണ്. വളരെ നല്ലൊരു കോണ്ടൻറ്റ് ക്രിയേറ്ററാണ്, മനസ്സിലാവുന്നു വളരെ നല്ലൊരു വ്യക്തിയാണ് എന്നുള്ളതും. എന്തായാലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ അവരുടെ ചാനൽ ലക്ഷ്മി നക്ഷത്രയുടെ ചാനലിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. Q&A സെഷനാണ്. ഒരുപാട് കാലങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു രേണു സുധി കോണ്ടൻറ്റ് അല്ലെങ്കിൽ കൊല്ലം സുധി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ് വീഡിയോ ടോപ്പിക്സ് എല്ലാം കാണുന്നവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഉത്തരമാണ് ലക്ഷ്മി നക്ഷത്രയുടെ ഭാഗത്തുനിന്ന്. അതായത് ഈ പെർഫ്യൂമിൻ്റെ ഒരു കേസ്, അന്നത്തെ പെർഫ്യൂമിൻ്റെ കേസ് ഇപ്പോൾ എന്താണ് തോന്നുന്നത് ഒന്ന്. രണ്ടാമത്തെ കേസുള്ളത് രേണു സുധിയെക്കുറിച്ച്. രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിരിക്കുന്ന സംഗതികളെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോൾ സ്വാഭാവികമായിട്ട് Q&A അവർ വെക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം അതായിരിക്കും. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള ഉത്തരം അവർ പറയുന്നുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. കാരണം വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടവരാണ് എൻ്റെ ഈ ഒരു അവരുടെ ഈ വീഡിയോ കണ്ടിട്ടായിരിക്കണം ഒരു പക്ഷേ നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ആ Q&A സെഷൻ്റെ വീഡിയോ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് കണ്ടവരാണെങ്കിൽ അവർ കറക്റ്റായിട്ടുള്ള ഉത്തരം തന്നോ എന്നുള്ളത് നോക്കൂ. അല്ലെങ്കിൽ അവർ ചില കാര്യങ്ങൾ അവർ പറയാതെ പറഞ്ഞോ എന്നുകൂടി എനിക്ക് ചെറിയ സംശയങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ പറ്റിയാൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ചെയ്ത് ദയവായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം തന്നെ അതാണ്, എന്ത് ബിസിനസ് തുടങ്ങുന്നത്? അടിപൊളി ചോദ്യമാണ്. കാരണം സ്വാഭാവികമായിട്ടും അവരുടെ ഉത്തരവ് തന്നെയായിരുന്നു പെർഫ്യൂം ബിസിനസ് അല്ലാതെ വേറെ ഞാൻ ഏത് ബിസിനസ് തുടങ്ങാൻ. ബൈ ദ വേ അവരുടെ ചാനലിൽ അന്ന് ഈ പെർഫ്യൂമിൻ്റെ വീഡിയോ അപ്പോൾ വെറുതെ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ തംബ്നെയിൽ കാണിക്കുന്നത് 1 മില്യൺ മോർ ദാൻ 1 മില്യൺ വ്യൂസ് എന്ന് പറഞ്ഞിട്ട് തംബ്നെയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വളരെ നന്നായിട്ട് കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ അറിയാം. ചെയ്യേണ്ടതെന്നല്ല കേട്ടോ, ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പല ഇൻറ്റൻഷനോട് കൂടി മാത്രം ചെയ്തു, അതായത് വേറെ ഒരു ഇതും വിചാരിക്കാതെ ചെയ്തു എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് തോന്നിപ്പോവാണ്. അവരുടെ ഇഷ്ടമാണ് കേട്ടോ, കംപ്ലീറ്റ്ലി അവർ ഫ്രീഡാണ്. പക്ഷേ തംബ്നെയിൽ കണ്ട സമയത്ത് ഇങ്ങനെ എത്ര മില്യൺ പ്ലസ് വ്യൂസ് ഇത്ര കിട്ടി എന്നൊക്കെ കാണിക്കുന്ന സാധാരണ ഇതിലൊരു കോണ്ടൻറ്റ് ക്രിയേറ്റർ അത് ചെയ്യുന്നത് പക്ക കമേഴ്ഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ്. പക്ക കമേഴ്ഷ്യലായിട്ട് മണി ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ഒരാൾ അങ്ങനെ ചെയ്യുക, അല്ലേ? നമ്മളങ്ങനെ അല്ലാതെ അതിലൊരു വേറെ എന്തെങ്കിലും ഒരു സ്നേഹത്തിൻ്റെ ഭാഗമോ നമ്മളൊരു പേഴ്സണൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ആ ഒരു വൈകാരികമായിട്ടൊരു ഇതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ടോ? അറിയില്ല. ഇനിയിപ്പോൾ അത് അവരുടെ ടീം ചെയ്തു എന്നായിരിക്കും ഒരു പക്ഷേ പറയുന്നത്. നമ്മളെ വിഷയമല്ല, എന്നാലും കിടക്കാൻ നോക്കാം എന്താണ് വീഡിയോയിൽ പറഞ്ഞതുള്ളത്. ചേച്ചി ഇനി ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചേച്ചിയുടെ പ്ലാൻ? ഗുലാബി ഈസ് ഗോയിങ് സൂപ്പർ ആസ് യൂഷ്വൽ എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത് കമൻറ്റ് അയച്ചിട്ടുള്ളത് മീനാക്ഷിയാണ് കേട്ടോ. ഇനി ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പെർഫ്യൂം അതായത് പെർഫ്യൂം ആകുമ്പോൾ എന്താ പറയുക, ഏറ്റവും അധികം എനിക്കും അതുപോലെ തന്നെ എൻ്റെ മാർക്കറ്റിംഗ് സൈഡും 10 രൂപ ചിലവാക്കാതെ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് പിടിക്കാം എന്നുള്ളത് ഒറ്റൊരു പെർഫ്യൂം കൊണ്ട് എനിക്ക് മനസ്സിലായി. ആൻഡ് ഈ ഒരു പെർഫ്യൂമിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർഗോ കാശും കൂടെ കൊടുക്കണ്ട, അത് ഫ്ലൈറ്റ് കടന്ന് അങ്ങേ തല വരെ എത്തിക്കോളും. കാരണം നൈസായിട്ട് ഇറക്കാറല്ലോ. എനിക്ക് തോന്നുന്നു ഇനി ഞാൻ എൻജോയ് ആവേ പെർഫ്യൂം എന്ന് പറഞ്ഞപ്പോൾ കുട്ടി വരെ എണീറ്റു. മനസ്സിലായോ? കുട്ടിക്ക് വരെ ഇപ്പോൾ പെർഫ്യൂം എന്ന് പറയുമ്പോൾ പേടിയാണ്. എൻ്റെ ഒരു കാര്യം കൂടെ പറയാം, ഞാൻ ഇങ്ങനെ മണത്തപ്പോൾ എനിക്ക് കാരണം ഞാൻ പെർഫ്യൂം വരെ പഠിക്കാറില്ല ഗൈസ്, കാരണം ഞാൻ പെർഫ്യൂം ഉപേക്ഷിച്ചു. അപ്പോൾ എന്തായാലും ഇതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പെർഫ്യൂം ആയിരിക്കും. ഞാനിപ്പോൾ പലതും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 1-2 ഐറ്റംസ് ഒക്കെ ഞാൻ ലോഞ്ച് ചെയ്യാനിരിക്കുകയാണ്. എന്നെ ട്രോളാൻ വേറെ ഒരു തെണ്ടിയുടെയും സഹായം എനിക്ക് ആവശ്യമില്ല എന്നുള്ളൊരു ധ്വനിയാണെങ്കിലും പറയാതെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ട്. കാരണം വെച്ചാൽ ആ ഒരു പെർഫ്യൂമിൻ്റെ ഇഷ്യൂ ഏറ്റവും കൂടുതൽ, പക്ഷെ അത് വൈറലാവുക തന്നെയാണ്. ലക്ഷ്മി നക്ഷത്രം പോലെ ഒരു വ്യക്തിക്ക് വേണ്ടത് അത് വൈറലാവുക തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു മോശമാണെന്നല്ല, അവർക്ക് ഗുഡ് ഇൻറ്റൻഷനോടുകൂടി ചെയ്തില്ല എന്നും പറയുന്നില്ല. പക്ഷേ ആസ് എ കോണ്ടൻറ്റ് ക്രിയേറ്റർ, യൂട്യൂബർ, എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും വേണ്ട സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് ആണ്. ഇത് ചെയ്യുന്നവർക്കൊക്കെ ഒരാൾക്കും ആഗ്രഹം ഉണ്ടായിരിക്കില്ല നമ്മൾ എന്തെങ്കിലും ഒരു കോണ്ടൻറ്റ് ഡെലിവറി ചെയ്തിട്ട് അതൊരു മൂലയ്ക്ക് കിടക്കണമെന്ന് ഒരാൾക്കും ആഗ്രഹം ഉണ്ടായിരിക്കില്ല, അല്ലേ? അപ്പോൾ അത് പോപ്പുലർ ആവണം എന്ന് വിചാരിച്ച് ചെയ്ത് തന്നെയാണ്. അതങ്ങനെ തന്നെ ആയി എന്നുള്ളത് ആ ഒരു ധ്വനി ഈ ഒരു സംസാരത്തിൽ തന്നെ ഉണ്ട്.
രേണു ചേച്ചിയെ പറ്റി എന്താണ് അഭിപ്രായം? ഈ പെർഫ്യൂം കഴിഞ്ഞപ്പോൾ തന്നെ രേണുവിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ വന്നിട്ടുണ്ട്. ഈ കമന്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ചോദ്യം ഇതായിരിക്കണം, രേണു ചേച്ചിയെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ വളരെ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു റിപ്ലൈ ഉള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ലക്ഷ്മി നക്ഷത്ര ചെയ്യേണ്ടിയിരുന്നത് അവരവരെ വഴിക്ക് പോട്ടെ, എനിക്ക് അവരോട് യാതൊരു ഉദ്ദേശം, അതായത് നമ്മുടെ അഭിപ്രായം എങ്ങനെ അവരെ വഴിക്ക് പോട്ടെ, എനിക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങളോടൊന്നും ഒരു കുഴപ്പമില്ല, അവർ ബിഗ് ബോസിലേക്ക് എവിടേക്കച്ച പോട്ടെ, അവർ നല്ല രീതിയിൽ പോട്ടെ എന്നുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഉത്തരത്തിന് പകരം കുറേ വലിച്ചു നീട്ടിയിട്ട് ഒന്നും പറയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു പോയി എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ. ഇതിലുള്ളത് VPN എന്നാണ് ലൈക്ക് കമന്റ് വന്നിട്ടുള്ളത്. ലൈക്ക് എന്താ പേരെന്ന് എനിക്കറിയില്ല, അത് അനോണിമസ് ആയിട്ടുള്ള ഇതിൽ നിന്നാണോ വന്നിട്ടുള്ളത് എന്നുള്ളതും എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ രേണുവിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുധിച്ചേട്ടൻ്റെ വൈഫാണ് രേണു. ഇപ്പോഴും ഞാൻ അന്നും ഇന്നും എന്നും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, സ്റ്റാർ മാജിക്കിൽ ഇപ്പം ഞാൻ എനിക്ക് കരയുന്ന മുഖമുണ്ട്, ചിരിക്കുന്ന മുഖമുണ്ട്, ദേഷ്യപ്പെടുന്ന മുഖമുണ്ട്, മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇതുപോലത്തെ തന്നെ ഫേസ് ഉണ്ട്. പക്ഷേ സുധിച്ചേട്ടനെ ഞാൻ ചിരിക്കുന്ന മുഖത്തോടുകൂടി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക, രേണു പറഞ്ഞൊരു ആഗ്രഹം, അതും സുധിച്ചേട്ടനും കൂടെ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ നല്ല ഇൻറ്റൻഷനോടുകൂടി ചെയ്തതായിരുന്നു. പക്ഷേ അത് വന്ന് ഭവിച്ചത്, അതായത് ഒരു കോയിന് രണ്ട് വശമുണ്ട് എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ ആ ഒരു രണ്ട് വശത്തിൽ പോസിറ്റീവായിട്ട് പറഞ്ഞവരും ഉണ്ട്, അതിലേറെ നെഗറ്റീവായിട്ട് പറഞ്ഞവരും ഉണ്ട്. ആക്ച്വലി ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ രേണു ആണ് എനിക്ക് ആക്ച്വലി ആ ഒരു റെഫറൻസ് തന്നതും, ഇന്ന ആളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, പെർഫ്യൂം ഉണ്ടാക്കാൻ പറ്റും, ചിന്നു അതൊന്ന് എനിക്ക് ചെയ്തു തരാമോ, ഞാൻ 1-2 പേരോട് പറഞ്ഞു, പക്ഷെ അത് നടന്നില്ല എന്ന് പറഞ്ഞപ്പം ആ ഒരു സാഹചര്യത്തിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലും എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ മരിച്ചൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു ആഗ്രഹം പറയുമ്പോൾ, അതും സ്വന്തം ഭാര്യ പറയുമ്പോൾ അത് നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ്. നല്ല ഇൻറ്റൻഷനോടുകൂടി ചെയ്തതാണ്. അപ്പോൾ രേണു ഇതിന് ഉത്തരവാദി എന്നാണോ ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ോടുകൂടി ചെയ്തതാണ്. എനിക്കിപ്പോഴും ഓർമ്മ, 2 പെട്ടിയും കൊണ്ട് ദുബായിലേക്ക് വന്നത്, അതിലൊരു പെട്ടിയിൽ പുള്ളിയുടെ ഷർട്ട് മാത്രമായിരുന്നു. അത്ര പവിത്രതയോടുകൂടിയിട്ട് ഞാൻ ചെയ്തു കൊടുത്തതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു കോയിന് 2 വശം ഉണ്ടെന്ന് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാല ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും പറയും, ഈ നഷ്ടപ്പെടൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുള്ളൂ. പക്ഷേ ഞാനന്ന് ഈ വിഷയത്തിനെ സപ്പോർട്ട് ചെയ്താണ് കേട്ടോ. എൻ്റെ ഒരു എക്സാമ്പിളും പറഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, വീഡിയോ കണ്ടവർക്കറിയാം. ഈ ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ, BGM. പക്ഷെ അത് അവരുടെ ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ അവർ ചെയ്ത ഒരു കാര്യത്തിലും, കാരണം രേണു ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു, അത് ചെയ്തു കൊടുത്ത് വലിയൊരു കാര്യമാണ്. ഇൻ റിട്ടേൺ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ബെനിഫിറ്റ് അല്ല, അതിനുള്ള എന്താണോ അവർ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള പോപ്പുലാരിറ്റിയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ചർച്ചയിൽ നിൽക്കുന്ന ചില്ലറ കാര്യമില്ലല്ലോ. അവർ പറഞ്ഞ മാതിരി തന്നെ എയറിൽ എനിക്കിപ്പോഴും ഓർമ്മയാണ്, ഞാൻ പാപ്പുനെയും പുപ്പിയെയും കൊണ്ട് കൊച്ചിയിൽ ഒരു പെറ്റ് പാർക്കിൽ പോയപ്പം അവിടെ ഒരു ആൻറ്റി എന്നെ കണ്ടപ്പോൾ തന്നെ വന്നിട്ട് എന്നെ ഫസ്റ്റ് ഇങ്ങനെ തലോടുകയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, ഞാൻ അദ്ദേഹത്തിൻ്റെ തോർത്തും കൊണ്ട് ഞാൻ ദുബായിൽ പോയിരുന്നു, മോളുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് തോർത്ത് മാത്രമേ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു മണമുള്ളതുണ്ടായിരുന്നുള്ളൂ, ഞാനത് വെച്ചിട്ട് പെർഫ്യൂം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. അതുപോലൊരു ചേട്ടൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഗുരുവായൂരാണ് അദ്ദേഹത്തിൻ്റെ വീട്, വൈഫ് മരിച്ചു, ലൈക്ക് ന്യൂലി വെഡഡ് അങ്ങനെ എന്തോ ആയിരുന്നു. അദ്ദേഹം ഇതുപോലെ തന്നെ ഈ പെർഫ്യൂം ഉണ്ടാക്കാൻ എന്താ പറയുക അവിടെ പോയി ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ പറയണമല്ലോ, നമുക്കൊരു 20 പോസിറ്റീവ് കമൻറ്റ് വന്നെങ്കിൽ 200 നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതും ഓപ്പൺ അപ്പ് ആവണം. ലൈക്ക് നമ്മൾ നല്ലൊരു കാര്യം നല്ലൊരു ഇൻറ്റൻഷനോടുകൂടി ചെയ്തിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നപ്പോൾ എനിക്ക് സത്യം പറയാലോ എനിക്ക് ഒരുപാട് വിഷമായി. പിന്നെ രേണുവിനെ പറ്റി എന്താ അഭിപ്രായം ചോദിക്കുമ്പോൾ മെയിൻലി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ റീൽസും രേണു ഇപ്പോൾ ആക്റ്റീവായിട്ട് മുന്നോട്ട് ഫോർവേഡ് പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനിപ്പോൾ മറുപടി പറയാൻ ഞാൻ ആരാണ് ആക്ച്വലി? കാരണം ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ ലൈഫാണ്, അവരുടെ ഇഷ്ടമാണ്, അവരുടെ ആഗ്രഹങ്ങളാണ്. അതിൽ അയൽപ്പക്കത്തെ വീട്ടിൽ നിന്നിട്ട് എത്തി നോക്കി അല്ലെങ്കിൽ ഒളിക്യാമറ വെച്ച് നോക്കാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പറയും ഞാൻ കണ്ടന്റ് എടുത്തില്ലേ എന്ന് ചോദിക്കും. പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവരെങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു കാര്യം അത് അവരുടെ ഇഷ്ടം മാത്രമാണ്. നമുക്ക് ആർക്കും ഒരു റൈറ്റ് ഇല്ല അതിൽ ഇടപെടാനോ ഇൻ്റർഫിയർ ചെയ്യാനോ. ഇപ്പം എൻ്റെ ഇഷ്ടം ഇതാണ്, അതുകൊണ്ട് ഞാനിത് ചെയ്യണു. അപ്പോൾ അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്യട്ടെ, നമ്മൾ ആരും അല്ല ആ ഒരു കാര്യത്തിൽ ഇടപെടാനായിട്ട്. രേണു പറഞ്ഞു, ഇതിപ്പോൾ ഏത് പോലീസുകാരനും പറയാം, ലക്ഷ്മി നക്ഷത്ര അങ്ങനെ ഏതോ അയൽവക്കത്ത് ഒളിഞ്ഞു നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ലൈഫിൽ. കാരണം വെച്ചാൽ ഇനീഷ്യലി അവർ അത്രയും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ നന്നായിട്ട് രീതിയിൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ പ്രേക്ഷകർ കാണുന്നുണ്ടെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ട് അറിയാനുള്ള ആൾക്കാർക്ക് ഒരുപാട് അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. അതായത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിൽ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ Q&A എടുക്കും ചെയ്യുക, എന്നിട്ട് അവിടെയും ഇവിടെയും തൊടാതെ സംസാരിക്കുക, അല്ലെങ്കിൽ അയൽവക്കത്തെ ഒരാൾ ജനലിൽ എത്തി നോക്കുക. അങ്ങനത്തെ സിറ്റുവേഷനിലുള്ള നിങ്ങൾ അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇപ്പോൾ അല്ല എന്നുള്ളത് നിങ്ങൾ ഏകദേശം അവരുടെ ഒരു വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട്. അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ഇവർ.
അപ്പോൾ ഐ തിങ്ക് യു ആർ ലയബിൾ. നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ അവർക്ക് കാര്യങ്ങൾ ഒന്നും കൂടി വളരെ സ്പഷ്ടതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കണമായിരുന്നു എന്ന് എനിക്ക് എന്തൊരു പേഴ്സണൽ അഭിപ്രായമുണ്ട്. എന്താണ് ഇത് കാണുന്ന നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ലൈക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.